ഹായ്, എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചോരപ്പൂവൻ വാഴക്കൊലയാണ് ഇന്ന് വിളവെടുത്തത്. ഇത് ഈ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്താണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഇത് ചെറിയൊരു കൊലയായിപ്പോയി വെട്ടിയത്. ഇന്ന് എല്ലാവരും കൂടിയപ്പോൾ നമുക്ക് പിടി വയ്ക്കാം, വലിയ ക്വാണ്ടിറ്റി പിടി വയ്ക്കാമെന്ന് വിചാരിച്ചു. 7 ഗ്ലാസ് പുട്ടുപൊടിക്ക് 3 ഗ്ലാസ് അവലോസ് പൊടി എടുത്തു. അതിലേക്ക് 2 തേങ്ങ ചിരകിയത്, പിന്നെ വെളുത്തുള്ളി, ജീരകം അരച്ചതും കൂടി ചേർത്തു. തിളച്ച വെള്ളം ഒഴിച്ച് അത് ഇളക്കി യോജിപ്പിച്ച്, സാധാരണ കൈകൊണ്ട് മാത്രമാണ് മയപ്പെടുത്താറുള്ളത്. ഇത് ശരിക്കും വെള്ളമൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് ഗ്രൈൻഡറിൽ ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കൈകൊണ്ട് തന്നെ സ്പൂണും കൊണ്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രൈൻഡറിലേക്ക് ആക്കി മിക്സ് ചെയ്യും. ഗ്രൈൻഡറിലാകുമ്പോൾ നന്നായിട്ട് മയപ്പെട്ട് കിട്ടും. ഇതാണ് ഉരുട്ടലുകാർ, പിടി ഉരുട്ടാൻ കൂടിയേക്കുന്ന ആളുകൾ. എല്ലാവരും കൂടെ കൂടിയാണ് പിടി ഉരുട്ടണത്. ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. 2 കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൽ വിസിൽ വരാറായി, ഒന്നിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പിടി ഉരുട്ടിയിട്ട് കൊടുത്ത് അതും അടച്ച് വെച്ച് വേവിക്കും. ഇനി ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് 1.25 കിലോ ബീഫ്, അത് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും തിരുമ്മി വെച്ചു. കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് വരെ തിരുമ്മി വെച്ചു. തക്കാളി, 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും വെച്ചു. പിന്നെ സവോള ഒരു 3 സവാള, മീഡിയം സവാള ഒരു 3 എണ്ണം, കറിവേപ്പില ഒരു പിടി, പിന്നെ ഒരു തേങ്ങയുടെ പകുതി. അത് ബ്രൗൺ കളറിലുള്ള ഭാഗം ചെത്തി കളഞ്ഞതിന് ശേഷം വേണം അരിയാൻ. ഇത് അവസാനം എടുക്കാനായിട്ട് വറ്റൽമുളക്, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് 6-7, മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. കുക്കറിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് ഒന്ന് അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ ഇഞ്ചി ഇടണം. ഇഞ്ചിയിട്ട്
കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക്, സവാള, കറിവേപ്പില ഇവയിട്ട് ഇളക്കി സാവകാശം ഇളക്കി കുറച്ച് സമയമെടുത്ത് വേണം അത് ബ്രൗൺ നിറാവുന്നേരെ ഇളക്കി ഒരു സമയം എടുക്കും. അത് ശകലം ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് അത് കുഴഞ്ഞു പോകാതെ, സവാള ഇങ്ങനെ കുഴഞ്ഞു പോകില്ല. ഉപ്പിട്ട് കഴിയുമ്പോൾ അത് നല്ല നല്ല രീതിയിൽ വരും. ബ്രൗൺ നിറായി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ആദ്യമേ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അത് പതുക്കെ എല്ലാം കൂടി വേവണം. കുറച്ച് സമയമെടുക്കും. തക്കാളി നല്ല വെന്ത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമ്മൾ അത് വേവിക്കണം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് ബീഫ് ഇടുന്നതിന് മുമ്പ് നമ്മൾ മുളക് പൊടി, മസാലകൾ, മറ്റേ ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാറാവും. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും അതിനകത്ത്. അത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊക്കെ ഇളക്കി അതിന് ബ്ലാക്ക് കളർ വരും. കുറച്ച് കഴിയുമ്പോൾ ഇളക്കി ബീഫ് വരട്ടിയത് റെഡി.